ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്ത സൈറ്റിൽ ഒരു ഔട്ടർ പ്ലംബിംഗ് കുറിച്ച് പറയാൻ വന്നതാണ്. കാരണം നമ്മൾ പോയ സൈറ്റിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് നെഗറ്റീവ് കമൻറ്റ് ആയിരുന്നു. കാരണം ഈ ഡോറ് ടീയൊന്നും ഇടാൻ പറ്റില്ല, വൈകിട്ടൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ എല്ലാവരുടെയും മാക്സിമം ഡോർ ടീയിട്ടാ, ഡോർ എൽബോ ഡോർ ടീയിട്ടാ ചെയ്യാറ്. എന്ത് വെച്ചാൽ നമുക്ക് മാക്സിമം എല്ലാ വേസ്റ്റ് നമുക്ക് പിന്നീട് ബ്ലോക്ക് ആയാലും എടുക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ എല്ലാ വർക്കും ചെയ്യാറ്. ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് വന്നൊരു 4-5 പൈപ്പിൻ്റെ ഡോർ ടീയും നമ്മൾ 2 ഇഞ്ചിൻ്റെ ഡോർ ടീയും. കാരണം അവിടെ ഒരൊറ്റ ഫിറ്റിങ്സ് ഇട്ടിട്ടുള്ളൂ, ഒരു ട്രാപ്പും 4-5 എൽബോവും. കാരണം അവിടെ നിന്ന് നമുക്ക് എന്ത് ഈ ഡോർ എൽബോ തട്ടിയാൽ ഒറ്റ ഫിറ്റിങ്സ് ഇട്ടിട്ടുള്ളൂ. അതാണല്ലേ ഒരൊറ്റ ഫിറ്റിങ്സ്. ആ എൽബോയിൽ നിന്ന് നേരെ ഈ ഡോർ ടീക്കാണ് വരിക. അതേമാതിരി ട്രാപ്പിൽ നിന്ന് നേരെ ഈ ഡോർ ടീക്കാണ് വരിക. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നേരെ ചോട്ടിൽ ഈ പൈപ്പ് ഇറങ്ങുന്ന അവിടെ ഒരു ചേമ്പർ വരും. മൊത്തം 3 ചേമ്പർ ചോട്ടിൽ വരിക. അപ്പോൾ നമ്മൾ നാളേക്ക് എന്ത് ബ്ലോക്ക് വന്നാലും നമുക്ക് ഈസി എടുക്കാൻ പറ്റും. കാരണം ഫിറ്റിങ്സ് കൂടുതലില്ല. അത് മേലത്തെ 2 ബാത്റൂം, ചോട്ടിൽ 2 ബാത്റൂമാണ്. ടോട്ടൽ 4 ബാത്റൂം പെയിൻറ്റ്. ഈ 4 ബാത്റൂം നമ്മൾ 2 ബാത്റൂം 2 ചേമ്പറാണ് കാണുന്നത്. അങ്ങനെ 2 ചേമ്പറിൽ നമ്മൾ ഒറ്റ പൈപ്പ് ഇട്ടിട്ട് നമുക്ക് കുഴിക്ക് കൊണ്ടുപോകണം. ആ കുഴിയിൽ നമ്മൾ സ്ലാബ് വാർക്കുമ്പോൾ ഒരു 6 ഇഞ്ച് പൈപ്പ് വെച്ചിട്ട് വാർക്കണേ. പിന്നെ അതിലൊരു ഹാൻഡിക്യാപ്പിട്ട് അടിച്ച് വെക്കും. അപ്പോൾ നമുക്ക് നാളെ കുഴിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും. വേസ്റ്റൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റും. അതല്ല, അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യാറ്. നമ്മുടെ പ്ലംബിംഗ് വർക്ക് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരിക്കലും നമ്മൾ അതൊരു തെറ്റായ രീതിക്ക് എപ്പോഴും ചെയ്യില്ല. കാരണം പിന്നീട് ഭാവിയിൽ നമുക്കത് എടുക്കുന്ന രീതിക്ക് നമ്മൾ ചെയ്യാറുള്ളൂ. അവിടെയാണ് കുഴി വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യാറ്. എപ്പോഴും